കോഴിക്കോട് മെഡിക്കൽ കോളേജ് റോഡിൽ കണ്ടെയ്നർ ലോറി കുടുങ്ങിക്കിടക്കുന്നു. നിയന്ത്രണം വിട്ട വാഹനം ഡിവൈഡറിന് മുകളിലൂടെ എതിർദിശയിലേക്ക് പാതയിലേക്ക് കയറി ചെരിയുകയായിരുന്നു. പോലീസ് എത്തി ലോറി നീക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ്. ആകാശ് തരത്തിൽ വാർത്തയുടെ വിശദാംശങ്ങളുമായി നമുക്കിപ്പോൾ ചേരുന്നുണ്ട്. ആകാശേ, ഗുഡ് മോർണിംഗ്. എന്താ ആകാശ് നിലവിലെ സാഹചര്യം? ഗുഡ് മോർണിംഗ് സേതുലക്ഷ്മി. ഇന്ന് രാവിലെ 6 മണിക്കാണ് ഈ മെഡിക്കൽ കോളേജിലേക്കുള്ള പ്രധാന പാതയിൽ ഇത്തരം ഒരു കണ്ടെയ്നർ ലോറി കുടുങ്ങിയ ഒരു സാഹചര്യം ഉണ്ടായത്. ഏകദേശം 1.5 മണിക്കൂർ 6:30 മുതൽ പോലീസ് സ്ഥലത്തെത്തി. ഏകദേശം 7:30 ഇപ്പോൾ വാഹനം ഈ ചരിഞ്ഞ ഈ റോഡിൻ്റെ കുറുകെ നിന്നിരുന്ന വാഹനം ഇവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട്. എൻ്റെ പിന്നിൽ കാണുന്ന ഈ വലിയ കണ്ടെയ്നർ ലോറിയാണ് കുടുങ്ങിയിരുന്നത്. ഇത് തൊണ്ടയാടിലൂടെ പോകുന്ന വഴി തെറ്റി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഭാഗത്തേക്ക് കയറി. അതിനുശേഷം ഇവിടുന്ന് ടേൺ അടിക്കുകയായിരുന്നു വാഹനം. അപ്പോഴാണ് ഇത്തരത്തിൽ വാഹനം കുടുങ്ങി ചരിയുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഡ്രൈവർ അപ്പോൾ തന്നെ വാഹനത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. അതിനുശേഷം ഇവിടെ ക്രെയിൻ ഉൾപ്പെടെ എത്തിച്ചാണ് ഇവിടെ നിന്ന് ഈ വാഹനം ഇപ്പോൾ നിലവിൽ ഈ റോഡിൻ്റെ ഒരു വശത്തേക്ക് മാറ്റിയിട്ടിരിക്കുന്നത്. ഇത് കണ്ടൊരു ആൾ നമ്മളോടൊപ്പം ഉണ്ട്. ഇത് എന്തായിരുന്നു സംഭവം? ഇദ്ദേഹം വഴി മാറിപ്പോയതാണ്. ഇപ്പോൾ എറണാകുളം റൂട്ടിലെ ഹൈവേയിലേക്ക് തൊണ്ടയാടുന്ന് വഴി മാറിപ്പോയത് നമ്മൾ മെഡിക്കൽ കോളേജ് റോഡിലേക്ക് കയറിയതാണ്. കയറിയ സമയത്ത് പുള്ളി വഴി തെറ്റി ചോദിച്ച് ടേൺ അടിച്ച സമയത്ത് കണ്ടെയ്നർ ചെരിഞ്ഞു പോയതാണ്. വണ്ടീൻ്റെ ചേസിമിലേക്ക് വേണ്ടി വന്നിട്ട് ചെരിഞ്ഞു പോയത്. ഗതാഗത കുരുക്കുണ്ടായിരുന്നു അവിടെ? ഇല്ല, രാവിലെ സമയം എന്തുകൊണ്ട് വലിയ ഗതാഗത കുരുക്കൊന്നും ഇല്ലായിരുന്നു. സേതുലക്ഷ്മി, അതാണ് രാവിലെ സമയം ആയതിനാൽ തന്നെയാണ് വലിയ ഗതാഗത കുരുക്കില്ലാതിരുന്നത്. മെഡിക്കൽ കോളേജിലേക്കുള്ള പ്രധാന പാതയാണ്. മെഡിക്കൽ കോളേജിലേക്ക് ആംബുലൻസ് ഉൾപ്പെടെ പോകുന്ന പാതയിലാണ് ഇത്തരത്തിൽ ലോറി കുടുങ്ങിയൊരു സാഹചര്യം ഉണ്ടായത്. രണ്ട് ഭാഗങ്ങളും എന്ന് വെച്ചാൽ റോഡിൻ്റെ രണ്ട് കുറുകയായി തന്നെയായിരുന്നു ഈ കണ്ടെയ്നർ ഉണ്ടായത്. അതിനാൽ തന്നെ മറ്റു വാഹനങ്ങൾ കടന്നു പോകാൻ പ്രയാസമായിരുന്നു. അതിനാൽ തന്നെ പോലീസ് കൃത്യമായി രണ്ടിടങ്ങളിൽ നിന്ന് വാഹനങ്ങൾ ബ്ലോക്ക് ചെയ്ത് മറ്റു വഴിയിലൂടെ കയറ്റി വിടുകയായിരുന്നു. ഏതായാലും ഇപ്പോൾ നിലവിൽ വാഹനം ഇവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു ഈ റോഡിന്റെ ഒരു വശത്താക്കി നിർത്തിയിട്ടിരിക്കുന്നത്. ഏതായാലും ഗതാഗതം പുനഃസ്ഥാപിച്ചു എന്ന് അറിയുന്നത് തന്നെ വളരെ ആശ്വാസകരമായ കാര്യമാണ്.